ജനിക്കാനിരുന്ന കുഞ്ഞുൾപ്പെടെ 3 മക്കളെയും നല്ല രീതിയിൽ വളർത്താനുള്ള സാമ്പത്തിക ശേഷിയുണ്ടായിരുന്നു അസറുദ്ദീന്. എങ്കിലും തനിക്ക് ജനിക്കാനിരിക്കുന്ന 3ാമത്തെ കുഞ്ഞെങ്കിലും ആൺകുഞ്ഞാകണമെന്ന ആഗ്രഹം ഇയാൾ അടുത്ത സുഹൃത്തുക്കൾ ഉൾപ്പെടെ പലരോടും പങ്കുവച്ചിരുന്നു. അസറുദ്ദീൻ പറഞ്ഞത് പ്രകാരം കുടുംബത്തിനൊപ്പം അവധി ദിവസം ചിലവഴിക്കുകയായിരുന്നു ഇയാൾ. കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്വിമ്മിംഗ് പൂളിൽ കുട്ടികളും ഭാര്യയും കാൽതെറ്റി വീഴുകയായിരുന്നു എന്ന് അസറുദ്ദീൻ ആശുപത്രി അധികൃതരോട് പറഞ്ഞു. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ ജീവൻ നഷ്ടപ്പെട്ട 3 പേരെയും പരിശോധിച്ച ഡോക്ടർമാർക്ക് ഈ കഥ വിശ്വാസയോഗ്യമായിരുന്നില്ല. ശ്വാസകോശത്തിലെ വെള്ളത്തിന്റെ അളവ് ഉൾപ്പെടെ ശാസ്ത്രീയ തെളിവുകൾ അസറുദ്ദീന് എതിരായിരുന്നു. ആശുപത്രി അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് അന്വേഷണത്തിനെത്തിയ പോലീസുകാരാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. 2 കുട്ടികളും പെൺകുട്ടികളായതോടെ 3ാമത് ഭാര്യ ഗർഭം ധരിച്ചതും പെൺകുട്ടിയായിരിക്കുമെന്ന് പ്രതി സംശയിച്ചു. തുടർന്ന് പ്രതി ഭാര്യയെ നിരന്തരം ഗർഭചിത്രം നടത്താൻ ആവശ്യപ്പെട്ട് ഉപദ്രവിച്ചിരുന്നതായി ఫర్హానയുടെ మాదావు వెలిపెడుతి మరి వాళ్ళు ఇప్పుడు మా బిడ్డకు ఫస్ట్ 2 బిడ్డలు, దాని తర్వాత మళ్ళీ ఇద్దరు బిడ్డల ఏమో అని చూపెట్టి వాడు అబోర్షన్ చేపించిండు మళ్ళీ 2 సార్లు. మళ్ళీ ఇప్పుడు కాన్పుతోనే ఉన్నది. అది అబోర్షన్ చేపిమని మా బిడ్డతోని టార్చర్ పెట్టి లొల్లి పెట్టిళ్ళు. స్విమ్మింగ్ పూల్లో తీసుకుపోయి వాళ్ళు చంపిలా ఏం చేసిలా మాకు తెలియదు సార్. ഫർഹാന വഴങ്ങാതെ വന്നതോടെയാണ് ഭാര്യയെയും 2 പെൺമക്കളെയും ഇല്ലാതാക്കാൻ അസറുദ്ദീൻ തീരുമാനിച്ചത്. ഇതിനായി സ്വിമ്മിംഗ് പൂളിലേക്ക് കുടുംബത്തോടെ എത്തിയ പ്രതി ആദ്യം ചെയ്തത് സമീപത്തെ CCTV ക്യാമറകളെല്ലാം ഓഫ് ചെയ്യുകയായിരുന്നു. ശേഷം 3 പേരെയും വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. കുളത്തിലേക്ക് വീണ എല്ലാവരെയും അവിടെ തന്നെ പ്രതി മുക്കിക്കൊന്നു. സ്വിമ്മിംഗ് പൂളിലെ CCTV ദൃശ്യങ്ങളെല്ലാം മറയ്ക്കാൻ സാധിച്ചെങ്കിലും കുടുംബത്തിനൊപ്പം ഇയാൾ കാറിൽ സഞ്ചരിച്ച വഴികളിലെ CCTV ക്യാമറകളെല്ലാം ദൃശ്യങ്ങൾ ഒപ്പിയെടുത്തു. ഇത് തന്നെയാണ് പ്രതി അസറുദ്ദീന് കുരുക്കായതും. ക്യാമറമാൻ വൈശാഖ് ജയപാലിനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.